ജൂൺ 17 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധരായ നിക്കാൻഡ്രും മാർസിയനും, വിശുദ്ധരായ ബോട്ടുൾഫും അഡോൾഫും, വിശുദ്ധ അഗ്രിപ്പീനുസ്, വിശുദ്ധ അവിറ്റസ്, വിശുദ്ധ ബസാരിയോൺ. വിശുദ്ധരായ നിക്കാൻഡ്രും മാർസിയനും 308 ആണ്ടിലാണ് വിശുദ്ധരായ നിക്കാൻഡ്രും മാർസിയനും ജീവിച്ചിരുന്നത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് മേസിയായിലോ നേപ്പിൾസിലോ വെച്ച് രക്തസാക്ഷിത്വ മകുടം ചൂടിയവരാണ് വിശുദ്ധ നിക്കാൻഡ്രും മാർസിയനും. ഇവർ കുറേ കാലം റോമൻ സൈന്യത്തിൽ സേവനം ചെയ്തവരാണ്. ക്രിസ്ത്യാനികൾക്കെതിരായി വിളംബരം പ്രസിദ്ധം ചെയ്തപ്പോൾ അവർ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചു. ഇതൊരു കുറ്റമായി മാക്സിമൂസ് എന്ന ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ദേവന്മാർക്ക് അർച്ചന ചെയ്യണമെന്നുള്ള ചക്രവർത്തിയുടെ നിയമം ന്യായാധിപൻ വിവരിച്ചു. കല്ലും മരവും ആരാധിക്കുവാൻ വേണ്ടി അമർത്യനായ ദൈവത്തെ പരിത്യജിക്കണമെന്ന ഒരു നിയമത്തിന് സ്ഥാനമില്ലെന്നവർ പറഞ്ഞു. ഈ സമയത്ത് നിക്കാൻഡറിൻ്റെ ഭാര്യ ദാരിയ അരികെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ന്യായാധിപൻ അവളോട് ചോദിച്ചു, ദുഷ്ടസ്ത്രീ, നീ നിന്റെ ഭർത്താവ് മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണോ? അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. മരിക്കാതെ അദ്ദേഹം ദൈവത്തിൽ ജീവിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ മറുപടി നൽകി. മാക്സിമൂസ് അവളെ ശാസിച്ചു, നിനക്ക് വേറൊരു ഭർത്താവിനെ വേണമല്ലേ? അങ്ങനെ സംശയമുണ്ടെങ്കിൽ ആദ്യം എന്നെ വധിച്ചുകൊള്ളുക. അവൾ പ്രതിവചിച്ചു. സ്ത്രീകളെ വധിക്കാൻ തനിക്ക് അധികാരമില്ലെന്നും ഞാൻ വിധി പ്രഖ്യാപിക്കുന്നതുവരെ അവളെ ജയിലിൽ അടച്ചിടാൻ താൻ കൽപ്പിക്കുന്നുവെന്നും ന്യായാധിപൻ പറഞ്ഞു. അനന്തരം നിക്കാൻഡറിൻ്റെ നേർക്ക് തിരിഞ്ഞ് അല്പം ആലോചിക്കുക, തനിക്ക് ജീവിച്ചിരിക്കണമോ മരിക്കണമോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിക്കാൻഡറും മാർസിയനും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ വിശ്വാസമിളക്കാൻ ആർക്കും സാധിക്കുകയില്ലെന്നും ഉറപ്പായി പ്രഖ്യാപിച്ചു. രണ്ടുപേരുടെയും ശിരസ് ഛേദിക്കുവാൻ വിധിയുണ്ടായി. എത്രയും വിജ്ഞാനിയായ ന്യായാധിപ, അങ്ങയ്ക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവർ കൊലക്കളത്തിലേക്ക് നടന്നു. നിക്കാൻഡറിൻ്റെ ഭാര്യ ധൈര്യപൂർവ്വം പിന്നാലെ പോയി ഭർത്താവിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. മാർസിയൻ്റെ ഭാര്യയ്ക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ. ആരാച്ചാരന്മാർ അവരുടെ കണ്ണ് മൂടിയ ശേഷം തലവെട്ടി താഴെയിട്ടു. അത് ജൂൺ 17 തീയതിയായിരുന്നു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. വിശ്വാസവും കൃപാവരവും രക്തസാക്ഷികൾക്ക് തങ്ങളുടെ ജീവൻ ത്യജിക്കാൻ ശക്തി നൽകുന്നു. ദൈവം അയച്ചു തരുന്ന ഏത് കഷ്ടതകളും ദൈവാനുഗ്രഹത്തോടെ സഹിക്കാവുന്നതേ ഉള്ളൂവെന്ന് രക്തസാക്ഷികളുടെ ധീരതയിൽ നിന്ന് നമുക്ക് പഠിക്കാം. വിശുദ്ധരായ നിക്കാൻഡ്രെ മാർസിയനെ, ലോകത്തുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.